സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. സബ്ജക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് നോർമൽ ഒരു സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഷീ റീഡ്സ് ബുക്സ്. ഒരു എക്സാമ്പിൾ ആണ്, ഷീ റീഡ്സ് ബുക്ക്. ഇതിൽ ഷീ സബ്ജക്റ്റ് ആണ്, റീഡ് എന്ന് പറയുന്നത് വെർബിന്റെ V1 ഫോം ആണ്, ദെൻ ഒബ്ജക്റ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ എസ് വരാൻ കാരണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിന്റെ നേരെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ എങ്ങനെ വരും? അതായത് സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ് വരും. ഒരു എക്സാമ്പിൾ പറയാം, ഷീ ഡസ് നോട്ട് റീഡ് ബുക്ക്. അവൾ ബുക്ക് വായിക്കുന്നില്ല. എങ്ങനെ വരും? ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഡു, ഡസ്. അതായത് ഷീ, ഹി ആണെങ്കിൽ ഇവിടെ ഡസ് വരും, ഐ ആണെങ്കിൽ എന്ത് വരും? ഡു വരും. ഓക്കെ, അപ്പൊ ഷീ ഡസ് നോട്ട് റീഡ് ബുക്ക്, ആദ്യം എസ് വരും, സബ്ജക്റ്റ് വരും, പിന്നെ ഡു അല്ലെങ്കിൽ ഡസ് വരും, ദെൻ നോട്ട് വരും, ദെൻ വെർബിന്റെ V1 ഫോം വരും, ദെൻ ഒബ്ജക്റ്റ് വരും. ഓക്കെ, ഇനി സബ്ജക്റ്റ് നമ്മൾ സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഓക്കെ, സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യം എന്ത് വരും? ഡു ഓ ഡസോ ആദ്യം വരും. ഓക്കെ, ദെൻ സബ്ജക്റ്റ് വരും, വെർബിന്റെ V1 ഫോം വരും, ഒബ്ജക്റ്റ് വരും. ഫോർ എക്സാമ്പിൾ, ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കാൻ പോവാ. ഡസ് ഷീ റീഡ് ബുക്ക്? അവൾ ബുക്ക് വായിക്കുകയാണോ? ഓക്കെ, ഡു ഐ ഗോ ടു സ്കൂൾ? ഞാൻ സ്കൂളിൽ പോകുന്നു. ഇതെന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ വരും? ഡസ് ഷീ എന്ന് പറയും, ഇത് ആദ്യം വരും, ദെൻ സബ്ജക്റ്റ് വരും, ദെൻ വെർബിന്റെ V1 ഫോം വരും, ഒബ്ജക്റ്റ് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഐന്റെ കൂടെ എന്ത് വരും? ഡു വരും. ഷിയോ ഹിയോ ആണെങ്കിൽ എന്ത് വരും? ഡസ് വരും. ഓക്കെ.